പക്ഷെ വെളുക്കാട്ടിയോ എന്തൊരു കളി കന്യാതരം കളിക്കുന്നു. പോകാൻ വരട്ടെ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഞാൻ അവനെ ശരിപ്പെടുത്തി കഴിഞ്ഞു. കുറെ ഏത്തപ്പഴം നീ തന്നയച്ചതാണെന്ന് പറഞ്ഞു. അവനത് തിന്നു. അതിൽ വിഷമുണ്ടായിരുന്നു. ഭാർഗവി, ഇനി നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാം. എന്റെ ഭാര്യയാകുന്നില്ലെങ്കിൽ നീ ഇനി ജീവിക്കണ്ട. കഥ കൊള്ളാം. നിങ്ങൾ ബുദ്ധിമാനാണ്. പഴത്തിൽ വിഷം കൊടുത്തു എന്ന് കണ്ടുപിടിച്ചതിന് അഭിനന്ദനം. പക്ഷേ അങ്ങുമിങ്ങും ചില പിശകുകളുണ്ട്. എവിടെയാണ് പിശക് മിസ്റ്റർ എം എൻ? അവൻ ഏത്തപ്പഴം കൊടുത്തിട്ട് ഞാൻ ഉടനെ തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. വണ്ടി നീങ്ങിയ ഉടനെ ശശികുമാർ മയക്കത്തോടെ രാജകുമാരി എന്നോ മറ്റു പറഞ്ഞു. തുടർന്ന് വെള്ളവും ചോദിച്ചു. മരിക്കാൻ പോകുന്നവന് വെള്ളം എന്തിനല്ലേ? ഞാൻ അടുത്ത ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. നിങ്ങൾക്ക് എന്റെ പേരിൽ സംശയം തോന്നിയത് എങ്ങനെ? എന്റെ ഒരു സ്നേഹിതന്റെ ഭ്രാന്തൻ അമ്മാവനെയാണ് ഞാൻ ആദ്യം സംശയിച്ചത്. പിന്നെ 2 പൂച്ചക്കണ്ണുകൾ ഞാൻ ഓർമ്മിച്ചു. കത്തിയെറിഞ്ഞ് രാത്രിയിൽ കണ്ടത്. എം നാരായണൻ പൂച്ചക്കണ്ണനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. ശശികുമാറിന്റെ മറ്റുള്ളൊരു കള്ളക്കത്തിരി നിങ്ങൾ കിണറ്റുകര വെച്ചു. എന്നിട്ട് ഭാർഗവിയുടെ അമ്മയുടെ പക്കൽ നിന്ന് നിങ്ങളത് വാങ്ങിക്കൊണ്ടുപോയി. എന്തിന്? അത് ശരി. വെളുപ്പിന് ഒരു 10-20 വണ്ടി മണലിവിടെ വരും. ഈ കിണർ നികത്താനാ. അതിനു മുൻപ് നിങ്ങളെ കൊന്ന് ഒരു 3 കഷണമാക്കി ഈ കിണറ്റിലിടും. നിങ്ങളുടെ പെട്ടി, കസേര, എല്ലാ സാധനങ്ങളും, ഭാർഗവിയുടെ പെട്ടിയിലുള്ള എന്റെ എഴുത്തുകളെല്ലാം നിങ്ങളിവിടെ താമസിച്ചിരുന്നതിനുള്ള ഒരു തെളിവും അവശേഷിപ്പിക്കുകയില്ല. ഭാർഗവി നിലയം തകർത്ത് തരിപ്പണമാക്കും. നിങ്ങൾ 2 ഭയങ്കര കൊലപാതകങ്ങൾ ചെയ്തു. ഇപ്പോൾ എന്നെയും കൊല്ലുമെന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ആഗ്രഹിച്ചതും അതിനിടയിലുള്ളതെല്ലാം ഞാൻ നശിപ്പിക്കും. ഭാർഗവിയുടെ സത്യമായ കഥ എഴുതി നിങ്ങൾ എന്നെ കുറ്റവാളിയാക്കി. എന്നാൽ കുറ്റവാളിയാക്കി ഈ കഥ നിങ്ങൾ എടുത്തോളൂ. എനിക്ക് വേണ്ടത് നിങ്ങളുടെ തലച്ചോറും ഹൃദയവുമാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലത്തോളം എന്റെ ജീവൻ സുരക്ഷിതമല്ല. ഭാർഗവിയെ കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ മരിച്ചാലും എന്നെ വിടുകയില്ലെന്നോ മറ്റോ പറഞ്ഞു. ഞാൻ നിങ്ങളെയും വിടുകയില്ല. അങ്ങനെ നിങ്ങളുടെയും ഭാർഗവിയുടെയും കഥ ഭംഗിയായി ചെലവഴിക്കും.
എന്ന് 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 ലോകാലോകങ്ങളുടെ സൃഷ്ടാവേ, നിന്റെ ഹിതം. ഭാർഗവിക്കുട്ടി, എന്റെ പ്രിയ സുഹൃത്തെ, നീ നിന്റെ അകലത്തെ ദേവന്റെ അടുത്തേക്ക് പോകും. ഞാൻ നിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നീയും ഞാനുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും ഞാൻ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്. ഞാൻ മാത്രം.